നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. തോട്ടം മേഖലയിലെ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയോടെ തൊഴിലാളികൾ. ചിന്നക്കനാൽ മുട്ടുകാട്ടിലെ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം പദ്ധതി പ്രപ്പോസൽ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് DTPCക്ക് കൈമാറി. കനത്ത മഴയെ തുടർന്ന് അടിമാലി മച്ചിപ്ലാവ് ചൂരക്കട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള സൗഹൃദം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടെന്നും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം 3ാം ഘട്ട അവലോകന യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വിവിധ പരിഹാര മാർഗങ്ങളാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 45 ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുന്നത്. 3 ഘട്ടമായാണ് തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 16 മുതൽ 30 വരെ 1ാം ഘട്ടവും ഒക്ടോബർ 1 മുതൽ 15 വരെ 2ാം ഘട്ടവും ഒക്ടോബർ 16 മുതൽ 30 വരെ 3ാം ഘട്ടവുമായാണ് പരിപാടി നടപ്പിലാക്കുന്നത്. വനംവകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ട്. 1ാം ഘട്ടത്തിൽ 400 പഞ്ചായത്തുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 30 പഞ്ചായത്തുകളിൽ തീവ്ര വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്നവയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുന്നോട്ട് വന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള സൗഹൃദം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടു. വനംവകുപ്പിലെ ജീവനക്കാർക്കും ആധുനിക ഉപകരണങ്ങളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 30ഓളം പഞ്ചായത്തുകളിൽ വളരെ തീവ്രമായും വന്യജീവി സംഘർഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുന്നതിനാണ് 45 ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് സർക്കാർ മുന്നോട്ട് വന്നത്. മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗഹാർദ്ദ നില വനം വകുപ്പിലെ ജീവനക്കാരും പ്രദേശത്തെ കർഷകരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് യോഗത്തിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഉടുമ്പൻചോല MLA M. മണി, കോട്ടയം വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് PP പ്രമോദ് കുമാർ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട്ട്, മൂന്നാർ DFO സാജു വർഗീസ, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G. ജയചന്ദ്രൻ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയോടെ തൊഴിലാളികൾ. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം തുടർക്കഥയാവുകയാണ്. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. തോട്ടം തൊഴിലാളിയായ മാരിമുത്തുവിന്റെ പശുവാണ് ചത്തത്. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് 3ാം ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം 2 കറുവ പശുക്കളെ കടുവ കൊന്നിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അരുവിക്കാട് എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളം ഡിവിഷനിൽ തൊഴിലാളി ലയത്തിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. പകൽ ജനവാസ മേഖലയിൽ 3 കടുവകൾ ഒരുമിച്ചിറങ്ങിയതും ഇതിന് സമീപ ദിവസമായിരുന്നു. തോട്ടം തൊഴിലിന് പുറമെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ പശുക്കളെയാണ് കടുവ കൊല്ലുന്നത്. പലരും വായ്പയെടുത്താണ് പശുക്കളെ വാങ്ങുന്നത്. ഇവ നഷ്ടപ്പെടുന്നതോടെ തൊഴിലാളികൾ ദുരിതത്തിലാകുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ ഇതുവരെ 100 കണക്കിന് പശുക്കളാണ് കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ കന്നുകാലികൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ കുറഞ്ഞിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. മഹാശിലായുഗ കാലത്തെ അവശേഷിപ്പുകളായ ചിന്നക്കനാൽ
മുട്ടുകാട്ടിലെ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് DTPCക്ക് കൈമാറി. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടിയാണ് മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം വികസനം. ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ ഒരു വശത്തായി ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മുട്ടുകാട് മുകൾ വശത്തായാണ് മലമുകളിൽ മഹാശിലായുഗത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധിയായ മുനിയറകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവ സംരക്ഷിക്കുന്നതിന് നടപടി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നത്. തുടർന്നാണ് നടപടികളുമായി പഞ്ചായത്ത് രംഗത്തെത്തിയതും. ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലും ഗ്രാമപഞ്ചായത്ത് DTPCക്ക് നൽകി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്ത് ഡെസ്റ്റിനേഷൻ ടൂറിസം പ്രോജക്റ്റിൽപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തീരുമാനമെടുത്ത് DTPCക്ക് കൊടുത്തിട്ടുണ്ട്. DTPC അത് അംഗീകരിച്ച് സർക്കാരിൽ പോയി അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തുന്നതിലേക്ക് കളക്ടറുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുട്ടുകാട് പാടശേഖരത്തിന്റെ മനോഹരമായ കാഴ്ചയും ഒപ്പം കോടമഞ്ഞും വീശിയടിക്കുന്ന കാറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് എത്താത്തതിനാൽ മേഖല സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളവുമായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പദ്ധതി നടപ്പിലായാൽ ഉൾഗ്രാമ പ്രദേശമായ മുട്ടുകാടിന്റെ സമഗ്രമായ വികസനത്തിനും ഇത് വഴിതെളിക്കും. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കോവിൽമലയിലെ 1, 2, 16 വാർഡുകളിലെ മുഴുവൻ ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും PMAY ഭവന പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും പട്ടയ നടപടികൾ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് യുവജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട 1000-ൽ പരം കുടുംബങ്ങൾക്ക് പട്ടയത്തോടുകൂടി നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല. കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചു കുടുംബങ്ങൾക്ക് മാത്രം അടുത്ത കാലത്ത് സർക്കാർ പട്ടയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 850-ൽ പരം ജനറലായ കുടുംബങ്ങളും 266 ആദിവാസി കുടുംബങ്ങളും ഇടകലർന്ന് താമസിക്കുന്ന പ്രദേശം ലാൻഡ് രജിസ്റ്ററിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഇതുവരെ പട്ടയ നടപടികൾ സർക്കാർ സ്വീകരിക്കാത്തത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമലയിൽ 1, 2, 16 വാർഡുകളിലായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 വീടുകൾ അനുവദിക്കുകയും 1ാം ഗഡുവായ 40,000 രൂപ ഉപഭോക്താക്കൾക്ക് കൈപ്പറ്റുകയും ചെയ്തു. നിലവിലുള്ള മൺകുടിലുകൾ പൊളിച്ചുമാറ്റി തറകെട്ടുകയും ചെയ്തു. എന്നാൽ കോവിൽമല രാജാവ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് വീടുകളുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള NOC നൽകാതിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതോടെ 19ഓളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി താൽക്കാലികമായി നിർമ്മിച്ച കൂരയ്ക്കുള്ളിലാണ് കഴിഞ്ഞു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി, കർഷക അതിജീവന സംരക്ഷണ സമിതി എന്നിവയുടെ പിന്തുണയോടെ കോവിൽമലയിലെ യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. വിഷയത്തിൽ അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുവാനാണ് ഇവരുടെ തീരുമാനം. പ്രതിഷേധ സമരം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു. കർഷക അതിജീവന സംരക്ഷണ സമിതി രക്ഷാധികാരി PC വിജയൻ, മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കച്ചൻ പറപ്പള്ളി, മോബിൻ ജോണി, സോണിയ, ലൈലാമ, സന്തോഷ് പാറയോലിക്കൽ, ബാബു പതാപറമ്പിൽ, ബേബി പുതിയാത്ത് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. കനത്ത മഴയെ തുടർന്ന് അടിമാലി മച്ചിപ്ലാവ് ചൂരക്കട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിഞ്ഞു. പ്രദേശത്തെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞെത്തിയതിനെ തുടർന്ന് ഒരാൾ മണ്ണിനടിയിൽ കുരുങ്ങി.
ഫയർഫോഴ്സിന്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ ഇയാളെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്തത് അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. വീട്ടിലുണ്ടായിരുന്ന അരുൺ എന്നയാളാണ് മണ്ണിനടിയിൽപ്പെട്ടത്. ഇയാളുടെ ശരീരത്തിന്റെ പാതിയോളം മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത്. മണിക്കൂറുകളോളം മഴ നീണ്ടതോടെ ദേവിയാർ പുഴയിൽ വലിയ തോതിൽ വെള്ളമുയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. ഇന്ന് ലോക കൈകഴുകൽ ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ട്രൈബൽ LP സ്കൂളിലെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇടമലക്കുടി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സഹിൽ രവീന്ദ്രൻ ക്ലാസ് നയിച്ചു. (2008) മുതലാണ് വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനമായി ആചരിച്ചു വരുന്നത്. 2008 സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഇന്ത്യയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വയറിളക്കം, ന്യൂമോണിയ എന്നിവയാണ് ശിശുമരണങ്ങൾക്കുള്ള പ്രധാന കാരണം. ഈ രോഗങ്ങൾ മൂലം പ്രതിവർഷം 3.5 മില്യൺ ശിശു മരണമുണ്ടാകുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ഇതിനെയടക്കം പ്രതിരോധിക്കുന്നതിന് വ്യക്തി ശുചിത്വവും ഒപ്പം കൈകൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം പകർന്നു നൽകുന്നതിനാണ് കൈകഴുകൽ ദിനാചരണം നടത്തുന്നത്. ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇടമലക്കുടി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സഹിൽ രവീന്ദ്രൻ ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപകൻ ഷിബു KV, മറ്റധ്യാപകരായ റൂബിൻ ചെറിയാൻ, ഹരീഷ്, ചന്ദ്രവർണ്ണൻ, രാജേന്ദ്രൻ, വ്യാസ്, രക്ഷിതാക്കളായ ഗണേശൻ, ശിവരാമൻ, മൈന എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, മൂന്നാർ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് രാജാക്കാട് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ പന്തൽ, അലങ്കാരം, ശബ്ദം, വെളിച്ചം എന്നിവയുടെ വാടക വിതരണ ഉടമകളുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ഇത്തവണ രാജാക്കാട്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഡിസംബർ 13, 14 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് രാജാക്കാട്ടിൽ സ്വാഗത സംഘ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. ജില്ലാ സമ്മേളനം നമ്മുടെ പഞ്ചായത്ത് രാജാക്കാട് പഞ്ചായത്ത് വെച്ച് നടത്തണമെങ്കിൽ അതിൻ്റെ എന്തോരം തയ്യാറെടുപ്പുകളും അതിൻ്റെ എത്രയെല്ലാം സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിങ്ങനെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ഹാള് തന്നെ നമ്മളിന്ന് ഉദ്ഘാടനം നടത്തുന്നത്. അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വർക്കി പാറത്തോട് അധ്യക്ഷത വഹിച്ചു. സിനോജ് രാജാക്കാട് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ PB മുരളീധരൻ നായർ, NR സുഭാഷ്, ഷിജു തോമസ്, ജോസ് മാലിക്കുടി, ഷാജി സ്റ്റാർ, KA ഗോപിനാഥ്, ജമാൽ ഇടശ്ശേരിക്കുടി, റോയി അടിമാലി, നിഷാദ് ഇരുമ്പുപാലം, ഫൈസൽ വെള്ളത്തൂവൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. NR സിറ്റിയിൽ നടന്ന അടിമാലി ഉപജില്ലാ കായികമേളയുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. പൊട്ടൻകാട് സ്വദേശി ഓമന വണ്ടാനത്ത് കുന്നിൽ 1ാം സമ്മാനത്തിനും, ദേവി ഭവനത്തിൽ പ്രദീപ് കുമാർ 2ാം സമ്മാനത്തിനും, അമൽ 3ാം സമ്മാനത്തിനും അർഹരായി. കൂടാതെ അൽഫിൻ റോസർ ബദ്ലഹേം 4ഉം, ലിസി ജോണി 5, മുരളി കൂരക്കാട്ട് 6, അനീഷ PM പനച്ചിക്കൽ 7ാം സമ്മാനവും നേടി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം നടത്തി. NR സിറ്റി SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ പുതിയ ചുവടുവെപ്പുമായി രാജകുമാരി ഗ്രാമപഞ്ചായത്ത്.
ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് പദ്ധതി നടപ്പിലാക്കി. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പുതുതായി സ്ഥാപിച്ച കൺവെയർ ബെൽറ്റിന്റെ സ്വിച്ച് ഓൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു നിർവഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ മുന്നേറുകയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായി അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ സഹായത്തോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന കൺവെയർ ബെൽറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു നിർവഹിച്ചു. പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ച പഞ്ചായത്താണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നേടിയെടുത്തിട്ടുള്ള ആ ശുചിത്വ പദവി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ പദവി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേന അംഗങ്ങളാണ്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി അവരെ സഹായിക്കത്തക്ക രീതിയിലേക്കുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന രീതിയിൽ കൺവെയർ ബെൽറ്റ് നമ്മളുടെ വരുന്ന മാലിന്യങ്ങളെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ 6 ലക്ഷം രൂപ മുടക്കി ഒരു കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളയിലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KJ സിജു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KJ's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KJ's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി വികസനങ്ങളും ചർച്ച ചെയ്ത വികസന സദസ്സ് സംഘടിപ്പിച്ചു. അണക്കര SNDP ഹാളിൽ നടന്ന വികസന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നെർണാകുന്നിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. സാധാരണക്കാരുടെയും നാടിന്റെയും ക്ഷേമത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മുഖേന ഈ സാമ്പത്തിക വർഷം മാത്രം
6.25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് വികസന രേഖ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വരുന്ന 25-26 വർഷത്തിലെ പദ്ധതികളുടെ മാത്രം ഒരു ലിസ്റ്റ് മാത്രമേ ഞാനിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ബാക്കി അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ കടന്നുകൊള്ളാം. 2026 പുതിയ പ്രോജക്റ്റായിട്ട് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ 7 പ്രദേശങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കൈമാറുവാൻ വേണ്ടി തുക മാറ്റിവെച്ചിട്ടുണ്ട്. കമ്പിളിപ്പുതപ്പ് വിതരണം നടന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കാണ് കമ്പിളി വിതരണം നടന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതപ്പുകൾ വിതരണം ചെയ്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. ഓരോ വർഷവും വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കട്ടിൽ വിതരണം ചെയ്തിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലും പഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്തുപിടിച്ചുകൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും കമ്പിളിപ്പുതപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷം പദ്ധതി നടപ്പിലാക്കിയത്. വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 6.5 ലക്ഷം രൂപ മുതൽ മുടക്കി 650 പേർക്കാണ് പുതപ്പുകൾ വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 327 പേർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിതരണോദ്ഘാടനത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനു റെജി, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ ശ്യാമള ബാലൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുളസീധരൻ നായർ, ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ശാന്തൻപാറ. ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ICDS അഡീഷണൽ പോഷന്മ 2025 ബ്ലോക്ക് തല സമാപന സമ്മേളനം നടന്നു. രാജകുമാരി പഞ്ചായത്ത് ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ജീവിതശൈലിയും പോഷകാഹാരത്തിന്റെ പ്രാധാന്യവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1 മാസം നീണ്ടുനിന്ന വിപുലമായ പരിപാടികൾക്കാണ് രാജകുമാരിയിൽ സമാപനം കുറിച്ചത്. സമാപനത്തോടനുബന്ധിച്ച പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി റാലിയും മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും അംഗൻവാടി ജീവനക്കാർ തയ്യാറാക്കിയ പോഷകാഹാരങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പോഷന്മ 2025 ബ്ലോക്ക് തല സമാപന സമ്മേളനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമില്ലാത്ത ഒരാളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടായാലേ അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിന്റെ ഒക്കെ സമ്പത്തായിട്ട് മാറുള്ളൂ. അതിൻ്റെയൊക്കെ സമ്പത്ത് ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആരോഗ്യമുള്ള ഒരു സമൂഹമായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകുളൻ, COPO ശൈലജ VK, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശാ സന്തോഷ, ICDS സൂപ്പർവൈസർമാർ, അംഗൻവാടി ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റായി ടിബിൻ P. ജോർജ് ചുമതലയേറ്റു. സംഘടനാ നേതൃത്വത്തിൽ കൂടുതൽ യുവജന പങ്കാളിത്തം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നേതൃത്വമാറ്റം. KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ വ്യക്തിയാണ് ടിബിൻ P. ജോർജ്. KSUവിലും യൂത്ത് കോൺഗ്രസിലും മികച്ച നേതൃത്വ പാഠവം കാഴ്ചവെച്ച ടിബിനിലൂടെ ഉടുമ്പൻചോലയിലെ തോട്ടം മേഖലയിലെ നേട്ടം കൊയ്യാനാകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. അധികാര കൈമാറ്റ ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു.
ഭാരതത്തിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹുങ്കാരത്തോടുകൂടി CPM നേതാക്കന്മാർ പറയുമായിരുന്നെങ്കിൽ ഐക്യകേരള രൂപീകരണത്തോടൊപ്പം ഇതാ EMS ഗവൺമെന്റ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ആദ്യമായി അധികാരത്തിൽ വന്നതെങ്കിൽ ഒരു ചരിത്രം നിങ്ങൾ എഴുതി വെച്ചു. 2026 അസംബ്ലിയിൽ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്ന് വളരെ വ്യക്തമായി കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നേതൃത്വമേറ്റ ടിബിനെ കോൺഗ്രസ് പ്രവർത്തകർ ഷാളണിയിച്ച് ആദരിച്ചു. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടുക്കാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേനാപതി വേണു, ബെന്നി തുണ്ടത്തിൽ, KN മണി, ജോമോൻ പുഷ്പകണ്ഠം, ടിബിൻ P ജോർജ്, PD ജോർജ്, KN തങ്കപ്പൻ, സിബി ക്ലാമറ്റം, സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ഷാജി കൊല്ലംകുഴി, തമ്പി അരുമനായകം, അഭിലാഷ് കല്ലുപാലം, ബാബു മെല്ലപ്പാലം, പാൽരാജ്, ജയകാന്ത്, എൽസമ്മ, ബാബു 70 ചിറ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. നെടുങ്കണ്ടം ഉപജില്ലാ ശാസ്ത്രമേള രാമക്കൽമേട് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നടന്നു. ടെക്ടോപ്പിയ 2K25 എന്ന പേരിലാണ് ശാസ്ത്രമേള നടന്നത്. ഉപജില്ലയിലെ 89 സ്കൂളുകളിൽ നിന്നായി 650ഓളം കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നെടുങ്കണ്ടം AEO ജെൻസിമോൾ അധ്യക്ഷത വഹിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബാബച്ചൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. പരിസര നിരീക്ഷണം, സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, റിസർച്ച് പ്രോജക്റ്റുകൾ, റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലായി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് ശാസ്ത്രമേളയിൽ മത്സരങ്ങൾ നടന്നത്. ശാസ്ത്രമേളയിൽ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ LP വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഓവറോൾ കരസ്ഥമാക്കി. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ UP വിഭാഗത്തിലും വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഓവറോൾ നേടി. വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ വിതരണം നടത്തി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലെക്സ് ലാബ് സ്റ്റോഴ്സ് എന്ന സ്ഥാപനം രാജാക്കാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. ഐക്കരക്കുന്നിൽ ഹാലിയ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. സ്ത്രീകൾക്കാവശ്യമായ ആധുനിക ഫാഷൻ വസ്ത്രങ്ങളും മേക്കപ്പ് ഉൽപ്പന്നങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമടക്കം ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്ഥാപനം ഒരുക്കിയിരിക്കുന്നത്. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് ഐക്കരക്കുന്നിൽ ഹാലിയ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. നമുക്കറിയാം, ലേഡീസ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവരെ, നമുക്ക് ഈ ചെറിയ സ്ഥാപനമാണെങ്കിലും ഇത് വലിയ ഒരു സ്ഥാപനമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു ഭദ്രദീപം തെളിയിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സുബീഷ്, മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജി കോട്ടക്കൽ, ട്രഷറർ VC ജോൺസൺ അടക്കമുള്ളവരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ.
സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,520 രൂപ, വെള്ളി ഗ്രാമിന് 207 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു. തോട്ടം മേഖലയിലെ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയോടെ തൊഴിലാളികൾ. ചിന്നക്കനാൽ മുട്ടുകാട്ടിലെ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം പദ്ധതി പ്രപ്പോസൽ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് DTPCക്ക് കൈമാറി. കനത്ത മഴയെ തുടർന്ന് അടിമാലി മച്ചിപ്ലാവ് ചൂരക്കട്ടൻകുടി ആദിവാസി ഉന്നതിയിൽ മണ്ണിടിഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.